ശ്രീ സി ആർ രാധാകൃഷ്ണൻ, തന്ത്രിയെ നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റുമോ? അദ്ദേഹം ഒരു അക്യൂസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, കാരണം അവിടെ സന്നിധാനത്ത് കീഴ്ശാന്തിയുടെ സഹായിയായി ജോലി നോക്കിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി എനിക്കറിയാം, അറിയില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ തന്ത്രിയെ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുവന്നത്, പോറ്റിയെ കൊണ്ടുവന്നത് ഈ തന്ത്രിയാണ് എന്നാണിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തിയത് തന്നെ, ശബരിമലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശം തന്ത്രി കുടുംബം വഴിയാണ് എന്നാണ് പത്മകുമാർ SIT കൊടുത്ത മൊഴി എന്നാണ് അറിയുന്നത്. അപ്പോൾ തന്ത്രിക്ക് ഈ കവർച്ചയിലൊക്കെ പങ്കുണ്ട് എന്ന് സംശയിക്കാൻ പറ്റുമോ? സ്വാഭാവികമായി അങ്ങനെയൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയൊരു ബന്ധം ഉണ്ടെങ്കിൽ പോറ്റിയുടെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ പോറ്റിയുടെ മനോഗതം ഒരുപക്ഷെ തന്ത്രി വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊന്ന് അവിടുന്ന് ആരംഭിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം തന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞു, തന്ത്രി എന്ന് പറയുന്ന ഞങ്ങളുടെ നിയമാവലികളിൽ തന്ത്രി ഈസ് ദ ചീഫ് പ്രീച്ച് ആൻഡ് ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഒഫീഷ്യേറ്റ് എക്സ്ട്രാ ഓർഡിനറി സെറമണീസ്. അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഉത്സവം, ആട്ടവിശേഷം, അഷ്ടബന്ധ കലശം, അങ്ങനെ തുടങ്ങിയ അസാധാരണ അടിയന്തരങ്ങൾ. ആ അസാധാരണ അടിയന്തരങ്ങളെന്ന് പറയുന്നത് ദേവസ്വം ക്ഷേത്രത്തിലെ ദൈനംദിന പൂജകളിൽ പെടുന്നില്ല. അപ്പോൾ എപ്പോഴും ശബരിമല ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ 1255 ക്ഷേത്രങ്ങൾക്കെല്ലാം 10ഓളം തന്ത്രി കുടുംബങ്ങൾക്കാണ് കാരാന്മാർ റൈറ്റുള്ളത്. അവരുടെ ഈ രാജഭരണകാലം മുതൽ ഈ ക്ഷേത്രം സ്ഥാപിക്കുന്ന കാലത്ത് തന്നെ ക്ഷേത്രം സ്ഥാപിക്കുന്നവർ ആ ക്ഷേത്രത്തിലൊരു തന്ത്രിയെ ജ്യോതിഷം എല്ലാം നോക്കിയിട്ട് ഒരു തന്ത്രിയെ വരിക്കുന്നു. ആ തന്ത്രി കുടുംബമാണ് പാരമ്പര്യമായി അത് നടത്തേണ്ടത്. അത് ആ തന്ത്രി കുടുംബത്തിൻ്റെ അവരുടെ കാരാന്മാർ റൈറ്റാണ്. അവരുടെ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ എന്നാണ് തന്ത്രി കുടുംബം എല്ലാ കാലത്തും. ആ കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് മെയിൽ, മുതിർന്ന ആൺ പുരുഷ പ്രജ അത് നടത്തണമെന്നാണ് ശാസ്ത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശബരിമല വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ശബരിമല അമ്പലത്തിൽ വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴോ ഈ തന്ത്രി അവിടെ 24 മണിക്കൂറും ഈ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം അവിടെ സന്നിഹിതനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്തിനാണ് അസാധാരണ അടിയന്തരങ്ങൾക്കല്ലാതെ വരേണ്ട ആൾ ഇവിടെ സ്ഥിരമായി നിൽക്കുന്നത്. പലപ്പോഴും ഞാൻ പല പരിശോധനാ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്തിട്ടപ്പോൾ ഈ തന്ത്രിയുടെ ഓഫീസ്, തൊട്ടടുത്ത് മേൽശാന്തിയുടെ ഓഫീസ്, തൊട്ടടുത്ത് ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ കീഴ്ശാന്തി എന്നൊരു തസ്തിക അവിടെ ഇല്ല. അവിടെ പദവിയിലുള്ള തസ്തിക ഉൾക്കഴകമെന്നാണ്. ഉൾക്കഴകം എന്ന പേരെന്ന് പറഞ്ഞാൽ അമ്പലത്തിന്, ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ കഴകപ്രവൃത്തി, മേൽശാന്തിക്ക് ജോലി ചെയ്യാനുള്ള സഹായം മാത്രം ചെയ്തു കൊടുക്കേണ്ട ആളാണ്. നിങ്ങൾ അവിടെ ചെന്ന് നോക്കൂ. ഈ ഉൾക്കഴകം എന്ന് പറയുന്നത് ഇക്വിവലന്റ് ടു കീഴ്ശാന്തി. ആ കീഴ്ശാന്തി എന്ന പേരെ ഉപയോഗിക്കാൻ പാടില്ല. ശരി. അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, കീഴ്ശാന്തി എന്ന ബോർഡൊക്കെ വെച്ചിട്ട്, ശബരിമല ദേവസ്ഥാനം എന്നൊക്കെ വലിയ ബോർഡും ഒക്കെ വെച്ചിട്ട് ആ ഏരിയ കേന്ദ്രീകരിച്ച് നടത്തുന്ന നമ്മൾ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയും, ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി നമ്മൾ വിവരിക്കും. ഈ പൗരോഹിത്യത്തിനും ശരിയായ തരത്തിൽ അവിടെ വഴിവിട്ട പ്രവർത്തനങ്ങളുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. അത് തന്ത്രിയുടെ മുറിയായാലും അവിടെ കുറേ അസിസ്റ്റൻസുകൾ വരും, അദ്ദേഹത്തിൻ്റെ സഹായികൾ. മേൽശാന്തിക്ക് കുറേ സഹായികളെ ദേവസ്വം ബോർഡ് അനുവദിക്കും. 10-25 പേരെ അനുവദിച്ചിട്ട് അവർക്ക് അലവൻസുകളും വസ്ത്ര അലവൻസുകളും ഭക്ഷണ അലവൻസുകളും ഒക്കെ ദേവസ്വം ബോർഡ് കൊടുക്കും. അതങ്ങനെ. കീഴ്ശാന്തി എന്ന് പറഞ്ഞ ആൾ ഉൾക്കഴകമായിട്ടും അവിടെ ബോർഡും വെച്ച് അവിടെ അങ്ങനെ ഇരിക്കും. നമ്മളൊരു 3 മണി കഴിഞ്ഞ്, നിങ്ങൾ പത്രപ്രവർത്തകർക്ക് ശബരിമല പോകുന്നതല്ലേ,
അല്ല, അങ്ങനെ കീഴ്ശാന്തി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റി. ഞാൻ വിജിലൻസ് ഓഫീസറായിരുന്നപ്പോൾ ഞാനത് എടുത്തു മാറ്റിയതാണ്. ഞാൻ പോയപ്പോൾ വീണ്ടും അത് വെച്ചിട്ടുണ്ട്. അത് വയ്ക്കുക മാത്രമല്ല, ആ മുറികളിൽ നമ്മൾ സന്ദർശിച്ചാൽ അവിടെ ഈ നെയ്യഭിഷേകത്തിൻ്റെ പാത്രങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ ഈ വെള്ളം കിട്ടാത്ത സ്ത്രീകൾ വെള്ളത്തിന് പാത്രം വയ്ക്കുന്നു. ഇതൊക്കെ അനധികൃത പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. ഭക്തജനങ്ങളെ വൻതോതിൽ സ്വീകരിക്കുക, അവരുടെ കയ്യിൽ ചരട് കെട്ടുക, വലിയ ദക്ഷിണ വാങ്ങിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്ത്രി എന്ന് പറയുന്നത് വളരെ ഐസൊലേറ്റ് ചെയ്തിരിക്കേണ്ട ദേവചൈതന്യത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഒരിടത്തും നമ്മുടെ തന്ത്രശാസ്ത്രം അനുസരിച്ച് തന്ത്രി ഒരു പബ്ലിക് മാൻ അല്ല. ഒരുപാട് ഭക്തജനങ്ങളെ കാണാനേ പാടില്ല. അദ്ദേഹത്തിൻ്റെ ചൈതന്യ ഭ്രംശം സംഭവിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി സെറിമണി, അസാധാരണ അടിയന്തരങ്ങൾക്ക് വന്നാൽ പോലും അതിൻ്റെ പ്രധാന യജമാൻ അല്ലെ ക്ഷേത്ര അധികാരികൾക്ക്, ക്ഷേത്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന് ഒരു പ്രസാദം കൊടുത്തിട്ട് അദ്ദേഹം വിരമിക്കണം. ബാക്കിയുള്ളവരെ കൊടുക്കും. പല ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടുവന്ന അങ്ങനെ ശാസ്ത്രം അതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല കണ്ടുവരുന്നത്. പിന്നെ മഹസർ എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വത്തിലെ ഒരു റെക്കോർഡാണ്. അവിടെ ഒരു രേഖയാണ്, ഒരു രജിസ്റ്ററാണ്. അവിടെ അസാധാരണമായോ സാധാരണമായോ എന്തെങ്കിലും സംഭവിച്ചാൽ രേഖപ്പെടുത്തുന്നതാണ് മഹസർ. ആ മഹസർ രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ അടിയിൽ തടസ്സർ എന്ന് പറയുന്ന ഭാഗത്താണ് ഇവർ ഒപ്പിടുന്നത്. സാക്ഷി തടസ്സർ എന്നാണ് വയ്ക്കുന്നത്. അങ്ങനെ ഇവരുടെ പേരെഴുതി വെക്കും. ചിലപ്പോൾ 4, 5, 6 പേര് ക്ഷേത്ര ജീവനക്കാരുടെ സിൽബന്ധികളുടെ പേരെഴുതും. ഇതിവിടെ മാത്രമല്ല, ഞങ്ങളുടെ 20ഓളം സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ മഹസർ എഴുതാറുണ്ട്. അപ്പോൾ ഇതൊന്നും പരിശോധിക്കണം എന്നില്ല, വെറുതെ ഒപ്പിട്ടാൽ മതി. കാരണം അവരതറിയണമെന്നില്ല. പിന്നെ തന്ത്രിയെ സാറ് പറഞ്ഞതുപോലെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ ഈ പൂജാ കാര്യങ്ങൾ സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും സംവിധാനം വരുമ്പോൾ, പുതിയ പൂജകൾ ഏർപ്പെടുത്തേണ്ടി വരുമ്പോഴും, വഴിപാടുകൾ മാറ്റേണ്ടി വരുമ്പോഴും, ക്ഷേത്രത്തിൽ എന്തെങ്കിലും ജീർണപ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുമ്പോഴും ഒക്കെ തന്ത്രിയുടെ അഭിപ്രായം തീർച്ചയായും സ്വീകരിക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ ഈ ശബരിമലയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു കാരണവുമില്ലാതെ ദേവപ്രശ്നങ്ങൾ നടത്തും. ഒരിക്കലും നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ റെഗുലേഷൻ അനുസരിച്ച് ഒരു ക്ഷേത്രത്തിലെ എന്തെങ്കിലും കാരണങ്ങളില്ലാതെ, അതിന് നിമിത്തങ്ങളെന്നാണ് പറയുന്നത്, അതൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ സാധാരണ ഈ ക്ഷേത്രപ്രവേശനാർഹമല്ലാത്ത പക്ഷികൾ ശ്രീകോവിലിൽ പ്രവേശിക്കുക, ഒറ്റക്കുളമ്പുള്ള മൃഗങ്ങൾ പ്രവേശിക്കുക, ക്ഷേത്രം തുറന്നിരിക്കുമ്പോൾ ഗ്രഹണം സംഭവിക്കുക, ക്ഷേത്ര ഉത്സവകാലത്ത് കൊടികൾ പൊട്ടി വീഴുക, ക്ഷേത്രക്കുളത്തിലും മറ്റും ആളുകൾ മരിച്ചു വീഴുക, ഇങ്ങനെയുള്ള ഒരുപാട് അസാധാരണ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് അതിനെയാണ് നിമിത്തമെന്ന് പറയുന്നത്. അത്തരം നിമിത്തങ്ങൾ കാണുന്ന ഘട്ടങ്ങളിലാണ് ദേവപ്രശ്നങ്ങൾ നടത്തുക. ദേവപ്രശ്നങ്ങൾ നടത്തി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇവിടെ ശബരിമല അതല്ല. പലരുടെയും രസവാസനയ്ക്കനുസരിച്ച് ഇത് നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദേവപ്രശ്നങ്ങൾ നടത്തുക, കൊടിമരം മോശമാണെന്ന് പറയുക, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിയാണോ, ദേവസ്വം ബോർഡാണോ? ഏത് ദേവപ്രശ്നത്തിൻ്റെ കാര്യത്തിൽ? ദേവപ്രശ്നം നടത്തേണ്ട കാര്യം ഇത്തരം നിമിത്തങ്ങൾ കണ്ടാൽ തന്ത്രി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നിമിത്തങ്ങൾക്ക് കാരണം അന്വേഷിക്കുന്നതും ദേവപ്രശ്നം അറേഞ്ച് ചെയ്യേണ്ടതും ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, തന്ത്രിയല്ല. പക്ഷേ തന്ത്രിയുടെ ഇത്തരം നിമിത്തങ്ങൾ കണ്ടു എന്നുള്ള ഒരു കത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ അതെല്ലാം പല കാലങ്ങളിലായിട്ട് വയലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരും പുരോഹിതന്മാരും ഇടയും മുറികളിൽ അവരുടെ സ്ഥലങ്ങളിൽ ഒക്കെ പല കുഴപ്പങ്ങളും എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ശ്രീകോവിലിൻ്റെ ദ്വാരപാല വിഗ്രഹങ്ങളിലായാലും തന്ത്രിയെ ഡയറക്റ്റായിട്ട് ശിക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കതിന് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം അവിടെ അദ്ദേഹത്തിന് എൻട്രസ്മെന്റ് ഇല്ല. അല്ല, സാറിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ട്, സാറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ ഉണ്ടായിട്ടില്ല. അവനെ ആ കോറിഡോറിൽ ക്യാമറ വയ്ക്കാൻ പോയിട്ടുണ്ട്. അതിനെയൊക്കെ എൻ്റെ മേലധികാരികൾ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട്. അതൊക്കെ വലിയ ഇഷ്യൂ ആവും എന്നുള്ള തരത്തിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട്. അവിടെ നമ്മൾ പറയുമ്പോഴല്ല ആരൊക്കെയാണ് അവിടെ വരുന്നത്, ഇവരുടെ അസിസ്റ്റൻസ് വരുന്നവർ വാസ്തവത്തിൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമ്മൾ താൽക്കാലിക ജീവനക്കാരെ പോലും അവിടെ പ്രവേശിപ്പിക്കാറില്ല. പക്ഷേ ഇവരുടെ മുറികളിൽ വരുന്നവർ ആ ഒരു സംവിധാനമേ ഇല്ല. അവിടെ അവർ ഏത് കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തികളാണെന്നൊരു ധാരണ ഇവർക്കെല്ലാം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഉൾക്കഴകവും കീഴ്ശാന്തിയുടെ ബോർഡ് വയ്ക്കുക, അവിടെ കട പോലെയാണ് പ്രവർത്തിക്കുന്നത്. നെയ്യഭിഷേകം നടത്തുക,
അതുപോലെ തന്നെ ഭക്തജനങ്ങളെ മുറികളിൽ സ്വീകരിക്കുക, അവർക്ക് ദർശനം കൊടുക്കുക, അവരുടെ കയ്യിൽ പിന്നെ ചരട് കെട്ടിക്കൊടുത്ത് ദക്ഷിണ വാങ്ങിക്കുക, ഇങ്ങനെയുള്ള പണികളെല്ലാം അവിടെ നടത്തുന്നുണ്ട്. പണ്ട് ഒരു കാലത്ത് മുഴുവൻ പ്രധാനപ്പെട്ട വഴിപാടുകളെല്ലാം തന്നെ ഈ മുറികളിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. 2010 ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ളത് മാറ്റിയത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൽ ബുക്ക് ചെയ്ത് വേണം വഴിപാട് നടത്താൻ. പടിപൂജ വരെ പണ്ട് ഇവരുടെയൊക്കെ സ്വാധീനത്തിലാണ് ചെയ്തത്. അതൊക്കെ മാറ്റുകയായിരുന്നു, പിൽക്കാലത്ത് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ ഓഫീസിൽ ഇത് ബുക്ക് ചെയ്ത് അവിടെ രസീത് എഴുതിയാണ് നടന്നു പോകുന്നത്. എന്തായാലും നമ്മുടെ പോറ്റി വന്നത് രാജീവര് വഴിയാണ് തള്ളിക്കളയണ്ട അല്ലേ? അല്ല, അത് ഞാൻ ഒരു കാര്യം ഞാൻ പറയും, ഇവരുടെ കെയർ ഓഫിൽ പല ആളുകളും വന്നിട്ടുണ്ട്. ഈ തന്ത്രിയുടെ മുറിയിൽ നിന്നും അതുപോലെ മേൽശാന്തിയുടെ മുറിയിൽ നിന്നും അവിടെ മറ്റു പല ക്ഷേത്രവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പലപ്പോഴും ഞങ്ങളെ പരിശോധനാ ഉദ്യോഗസ്ഥന്മാർ നീക്കം ചെയ്തിട്ടുമുണ്ട്. അവരെ മാറ്റണമെന്ന് എഴുതി കൊടുത്തിട്ട് അവരെ നീക്കം ചെയ്തിട്ടുമുണ്ട് പല ഘട്ടങ്ങളിലും. കാരണം ഈ നെയ്യഭിഷേകമൊക്കെ വളരെ തിരക്ക് പിടിക്കുന്ന സമയത്ത് നെയ്യഭിഷേകത്തിൻ്റെ അഭിഷേക ശിഷ്ടം നെയ്യ് കൊണ്ടുവന്ന് ഭക്തജനങ്ങൾക്ക് കൊടുത്ത് കാശ് മേടിക്കുന്നതൊക്കെ എൻ്റെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ പിടിച്ച് ഞങ്ങൾ അവിടുന്ന് നിർദ്ദേശം കൊടുത്ത് അവിടുന്ന് മാറ്റിയിട്ടുമുണ്ട്. ഇതെല്ലാം അവിടെ സാധാരണമാണ്. നമുക്ക് ഏതൊരു ഭക്തജനം വളരെ സൂക്ഷ്മമായി ആ ഭാഗമൊക്കെ നിരീക്ഷിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, പക്ഷേ ദക്ഷിണ കൊടുക്കാമല്ലോ. അങ്ങനെ പറയുന്നത് ഇവരുടെ അസിസ്റ്റന്റുകൾ ജഗ്ഗിനകത്ത് വെള്ളം കുടിക്കുന്ന ജഗ്ഗിനകത്ത് നെയ്യ് നിറച്ച് അപ്പർ തിരുമുറ്റത്ത് വന്നു നിന്ന് ഭക്തജനങ്ങൾക്ക് നെയ്യഭിഷേകം സാധ്യമല്ലാത്ത ഭക്തജനങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുത്ത് പണം മേടിക്കുന്നത് ആചാരമാണ്. അങ്ങ് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധിക്കാതെ അവിടെ ഇതൊന്നും പറയാൻ ആരുമില്ല. കാരണം പറഞ്ഞാൽ അവർ വലിയ മഹനീയ വ്യക്തികളാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രധാനമായും കണ്ടുവരുന്നത് നമ്മുടെ മീഡിയ പേഴ്സൺസ്. അവർ പലപ്പോഴും ഈ തന്ത്രിയെയും മേൽശാന്തിയെയും ഇവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത നിലപാടുകളെടുത്തും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ സെൻസിറ്റീവ് ഇഷ്യൂസാണ്. വിജിലൻസ് ഓഫീസർ വന്നു, അല്ലെ ഇൻസ്പെക്ഷൻ ഉദ്യോഗസ്ഥൻ വന്നു, മേൽശാന്തിയോട് അപമര്യാദയായി പെരുമാറി. വാസ്തവത്തിൽ അവിടെ 10-35,000 രൂപ തലേ ദിവസം നെയ്യഭിഷേകത്തിൻ്റെ ടിക്കറ്റ് പിടിച്ച് അവിടെ പിറ്റേന്ന് വിൽക്കാൻ വെച്ചിരുന്ന് എടുത്ത് നുള്ളിക്കറി കളഞ്ഞു. പക്ഷേ വിഷയം വന്നത് തിരിഞ്ഞ. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ സമഗ്രമായ ശ്രദ്ധ ഉണ്ടാവണം, സമഗ്രമായ പരിഷ്കരണം അവിടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം.